ഗുഡ് മോർണിംഗ്. ഞാൻ മധുസൂദനൻ കുഞ്ഞമ്പിള്ളയാണ്. ഞാനൊരു കഥ പറയാമെന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഇല്ലെങ്കിൽ ചെയ്യുക, കഥകൾ കേൾക്കുക. കഥകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കഥ തുടങ്ങാം. ഇന്നത്തെ കഥ നടക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബ് റോപ്പർ ഡിസ്ട്രിക്റ്റിലാണ്. അന്ന് ഞങ്ങൾ ഒരു വലിയ ഒരു ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലം പറയും പോലെ, ക്രിസ്ത്യൻസിൻ്റെ ചർച്ച് പറയും പോലെ, സർദാർമാരുടെ, സിഖ് മതത്തിൽ വിശ്വസിക്കുന്നവരുടെ അമ്പലം എന്ന് തന്നെ പറയാം. ടെമ്പിളാണ്. ഹിന്ദുവിൻ്റെ ഒരു വിഭാഗം തന്നെ. അപ്പോൾ എൻ്റെ കഥയുടെ പേര് അയ്യപ്പദാസ് ഒരു ചെറുപ്പക്കാരനാണ്. അയ്യപ്പദാസ് കേരളത്തിൽ ജനിച്ച് ഒരു പോലീസുകാരൻ്റെ മകനായിട്ട് ജനിച്ച് അമ്മയുടെ ലാളനയൊക്കെ അനുഭവിച്ച് വളർന്നൊരു പയ്യനാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ പട്ടാളത്തിലും ഈ ആംഡ് ഫോഴ്സുകളും പാരാമിലിറ്ററിയിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് നാട്ടിൽ ജോലി ചെയ്ത് കുത്തൻ്റെ കയ്യാളായിട്ടോ വർക്ക്ഷോപ്പിലെ സ്പാനർ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന പയ്യന്മാരോ വലുതായിട്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്ക് ആണ് മാത്രമേ ഈ സിപ്പായി അല്ലെങ്കിൽ ഈ കോൺസ്റ്റബിൾ പണി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെള്ളിക്കരണ്ടിയോ അല്ലെങ്കിൽ സ്റ്റീൽ കറണ്ടിയായിട്ട് ജനിച്ചവർക്ക് പോലും ഈ പട്ടാളത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അയ്യപ്പദാസിൻ്റെ കഥ പറയാം. അയ്യപ്പദാസിൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പഴയ കാലത്ത് ഈ സ്കൂളുകളിലൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ്. അങ്ങനെ ഏതോ സ്കൂളിൽ റിക്രൂട്ട്മെൻറ്റ് നടന്നപ്പോൾ അച്ഛൻ അവിടുത്തെ പോലീസുകാരനായിരുന്നു, സിവിൽ പോലീസുകാരൻ, കേരള പോലീസ്. അയാൾ ആരുടെത്തോ കയ്യും കാലൊക്കെ പറഞ്ഞ് ഈ പയ്യനെ കയറ്റി വിട്ടു. അയ്യപ്പദാസ് വളരെ മിടുക്കനായിരുന്നു, നല്ല പയ്യനാണ്, നല്ല ക്രിക്കറ്റ് കളിക്കും, അതുപോലെ ബുദ്ധിയുള്ളതാണ്. ഞങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും നല്ല ചെസ്സ് കളിക്കുന്നവനാണ് അയ്യപ്പദാസ്. പക്ഷേ എന്ത് കാര്യത്തിനും തെറ്റ് കണ്ടാൽ എതിർക്കും, അതാണ് അവൻ്റെ കുഴപ്പം. അപ്പോൾ ഏതോ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ CHM എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എല്ലാ കമ്പനികളിലുണ്ട്. അയാളാണ് ഡ്യൂട്ടി ഇടുന്നത്, ജവാനും ഓഫീസേഴ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ എന്തോ ഡ്യൂട്ടി ഇടപ്പോഴത്തേക്ക് കൂടുതൽ ഈ ബായ്ബന്തി എന്ന് പറയും, അവരോരാൾക്കാർക്ക് വേണ്ടിയുള്ള ഫേവറിസം. അതെ, അതനുസരിച്ച് ആർക്കോ ഡ്യൂട്ടി ഇട്ടതിൽ ഈ അയ്യപ്പദാസ് ക്വസ്റ്റ്യൻ ചെയ്തു. ഡ്യൂട്ടി അങ്ങനെ ഇടാൻ പാടില്ല, എല്ലാവരും ഒരുപോലെ തന്നെ, എല്ലാവരും ശമ്പളം വാങ്ങുന്നവരാണെന്നെല്ലാം പറഞ്ഞു വാദപ്രതിവാദങ്ങൾ നടത്തി. അപ്പോൾ അത് CHMൻ്റെ മനസ്സിൽ അതൊരു ഈഗോ ആയിട്ട് മാറി. എന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നു, ഇതാണ് അങ്ങനെയാണ്. മിണ്ടാതിരുന്ന് അവർ തരുന്ന പണി എന്ത് ചെയ്തുകൊണ്ട് പോയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ചില സേവക്കാരൊക്കെ ഒരു പണിയില്ല, ഹാർഡ് പണിയെല്ലാം ഈ മലയാളികൾക്കായിരിക്കും. ഏറ്റവും കഷ്ടപ്പെടുന്നവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പാടുള്ള പണിയെല്ലാം മലയാളികൾക്ക് കറങ്ങി തിരിക്കും, കാരണം അവർ കുറച്ച് ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ശരി, അയ്യപ്പദാസ് ഇയാളുമായിട്ട് ഈഗോ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പം അപ്പോൾ ഡ്യൂട്ടിയിൽ തെറ്റായിട്ടുള്ള കണ്ട വൈകുന്നേരം റോൾ കാൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അപ്പോൾ ഓഫീസേഴ്സ് ചോദിക്കും, കമ്പനി കമാൻഡർ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക. അപ്പം ചോദിക്കണേണ്ട തോന്നും, ഇപ്പം നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി തരുമെന്ന്. പക്ഷേ അതിൽ പറയുമ്പോൾ വീണ്ടും കേൾക്കും. പക്ഷേ ഇവന്മാർ മനസ്സിൽ വെച്ചിരിക്കും. കാരണം ഇങ്ങനെ അവിടെ ജനാധിപത്യമൊന്നും പട്ടാളത്തിൽ വളരെ കുറവാണ്. അവൻ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അവൻ്റെ കാര്യം ശരിയാണെന്ന് ആരും നോക്കില്ല. പക്ഷേ ഇങ്ങനെ പറയാമെന്നു വാ വിളിച്ച എന്നൊക്കെ ഉള്ളതാണ് ചിന്ത. വാ വിളിക്കാൻ പാടില്ല, മിണ്ടാതിരുന്ന് ഏറാമുളിയായിരുന്ന ഓക്കെ. എന്തായാലും അയ്യപ്പദാസും ഇയാളുമായിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമായിരിക്കുമ്പോഴാണ് അവൻ്റെ ഗേറ്റിലെ ഡ്യൂട്ടി ആയിരുന്നു അന്ന്. അപ്പോൾ അതുവഴി ഒരു മുന്തിരിക്കാരമാണ്, മുന്തിരി ഉണ്ടല്ലോ, അങ്കൂർ, ഈ നീല കളറിലുള്ള മുന്തിരിയും കൊണ്ട് ഒരു സൈക്കിൾ ഇതിൽ പോവായിരുന്നു. ഉന്തു വണ്ടി, 4 വീലുള്ള വണ്ടിയിൽ പോയപ്പം അയാളെ പിടിഞ്ഞ് നിർത്തിയിട്ട് അയാളെ നിന്ന് മുന്തിരിങ്ങ വാങ്ങിച്ചു. അയാൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് CHM കേട്ടോ. അപ്പോൾ CHM കേട്ടോ, നീ ഡ്യൂട്ടി ഇരിക്കുമ്പോൾ നീ എങ്ങനെ മുന്തിരിങ്ങ വാങ്ങി? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോൾ തന്നെ. പക്ഷേ മുന്തിരിക്കാരൻ്റെ ഇപ്പം മുന്തിരിങ്ങ വാങ്ങിയില്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി തീരുന്ന ഒരാൾ നിൽക്കില്ലല്ലോ. പക്ഷേ നിയമപരമായിട്ട് ഒരിടത്ത് ഗാർഡ് ഡ്യൂട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ സിവിലിയൻസിൻ്റെ ഒന്നും വാങ്ങാൻ പാടില്ല, അത് ന്യായം. അഥവാ 100 ഗ്രാം മുന്തിരിങ്ങ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ലോകം ഇടിഞ്ഞു വീഴുമോ? അതും കാര്യം. അപ്പോൾ എന്തായാലും ശരി, ഈഗോ നടക്കുമ്പോൾ, ഒരു വഴക്ക് നടക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടിയില്ലേ, അതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് ഓഫീസറുടെ അടുത്ത് പോയി
ഈ ഭയങ്കര പ്രശ്നമായി. അപ്പം യവൻ പറഞ്ഞത് എനിക്ക് ഞാൻ മുന്തിരിങ്ങ വാങ്ങിയാൽ ചെറിയ ഇതാണ് ശരി, പക്ഷെ അവൻ മാപ്പ് പറഞ്ഞ് ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന കേസാണ്. പക്ഷെ അവൻ പറഞ്ഞില്ല. അപ്പോൾ അയാൾ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഈ മാപ്പ് പറ, പൊതുവായിട്ട് മാപ്പ് പറ, എങ്കിൽ നിന്നെ വിടാം. അപ്പോൾ അവൻ വിട്ടില്ല. അവസാനം അവൻ്റെ പേരിൽ ഒരു ലെറ്റർ ഉണ്ടാക്കി ഹെഡ് ക്വാർട്ടറിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ അയ്യപ്പദാസ് ഹെഡ് ക്വാർട്ടറിൽ പോയി. അയ്യപ്പദാസ് ചുരുക്കം പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ അയ്യപ്പദാസിനെ ഒരു ഒറ്റയാനാക്കി. അവൻ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മറുവാക്കുകൾ പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഏതോ മലയാളികൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇവിടുത്തെ കമ്പനിയിൽ ഇവൻ്റെ പെരുമാറ്റം ശരിയല്ല, ഇങ്ങനെയാണെങ്കിൽ ഇയാളെ കാര്യം കഷ്ടമോ, ഏതെങ്കിലും കള്ളക്കേസിലോ നല്ല കേസിലോ ഏതെങ്കിലും കേസിൽ പെടുത്തുമോ എന്ന് പറഞ്ഞപ്പം അച്ഛൻ പാവം, ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അച്ഛൻ ഇവിടെ റോപ്പടിൽ വന്നു. ഞങ്ങളുടെ കമാൻഡൻറ്റിനെയൊക്കെ കണ്ടിട്ട് സങ്കടം പറഞ്ഞു, സാർ എൻ്റെ മോൻ അവന് വിവരക്കേടുള്ളതാണ് എന്തെങ്കിലും പറഞ്ഞു. കാരണം ഈ പയ്യൻ ഗ്രാജുവേറ്റ് ആയിരുന്നു, BCom. കാരണം അവന് പട്ടാളത്തിൽ സർവീസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമില്ല. കമ്പ്യൂട്ടറിലുള്ള വിദഗ്ധനാണ്. അന്ന് കമ്പ്യൂട്ടർക്ക് തുടങ്ങിയേ ഉള്ളൂ ആ കാലത്ത്. അപ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ മിടുക്കനായിരുന്നു. അങ്ങനെ ഹെഡ് ക്വാർട്ടറിൽ ഇരിക്കുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും നടന്നപ്പോൾ ഇവൻ്റെ ചാർജ് ലിസ്റ്റ് ഷീറ്റ് അങ്ങ് അതിൽ അവർ സബ്മിറ്റ് ചെയ്തപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് കുറ്റമെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 14 അവൻ റോൾ കാളിൽ വന്നിട്ടില്ല. അപ്പം ദർബാറല്ല, ഇൻ്റർവ്യൂ, ഓർഡർലി റൂം എന്ന് പറയും. അങ്ങനെ കമാൻഡൻ്റെ മുമ്പ് കൊണ്ടുപോയി അയ്യപ്പദാസിനെ നിർത്തിക്കുകയാണ്. ചെന്ന് സാധാരണ പ്രോട്ടോക്കോൾ അനുസരിച്ച് സല്യൂട്ടൊക്കെ ചെയ്ത് സാവധാനിൽ നിന്നപ്പോൾ അവൻ്റെ ചാർജ് ഷീറ്റ് വായിച്ചു കൊടുത്തു. ഇങ്ങനെ നീ 14 ഏപ്രിൽ 14 നീ റോൾ കാളിന് പോയില്ലേ എന്ന് കേട്ടു. അപ്പോൾ അവൻ തിരിച്ച് ചോദിച്ചു, കമാൻഡൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഏപ്രിൽ 14 റോൾ കാളിന് പോയിരുന്നു എന്ന് കേട്ടു. അപ്പോൾ സാധാരണ കമാൻഡൻ്റൊന്നും റോൾ കാളിന് പോകാറില്ല, പക്ഷേ പട്ടാളത്തിൽ എല്ലാവർക്കും പോകണമെന്നാണ് എൻ്റെ വൈപ്പ്. അപ്പം ഈ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചത് അദ്ദേഹത്തിന് ചുരുക്കായി, ഭയങ്കര പ്രശ്നമായി. അപ്പോൾ എസ്എമ്മിൻ്റെ പറഞ്ഞു ഇവനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം സല്യൂട്ട് അടിച്ച് ബാക്കടിച്ച് കൊണ്ടുപോയി. പോയിട്ട് ഏകദേശം 1 മാസം അവനെ അവിടെ നിർത്തിയിരുന്നു. എൻക്വയറി നടക്കുകയായിരുന്നു. ലാസ്റ്റിലെ ആ പയ്യനെ ഡിസ്മിസ് ഫ്രം സർവീസ്, ഡിസിപ്ലിൻ ഇല്ല, മേലധികാരി അടുത്ത് തർക്കുത്തരം പറയുന്നു. എന്തുവേണമെങ്കിലും ചെയ്യാമല്ലോ. അവന് വേണമെങ്കിൽ ഇനി കേസ് പറഞ്ഞു വരാം, സിവിൽ കേസിൽ പറയാം, അവൻ്റെ ഡിഫൻസിന് എന്തുവേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവനെ ഡിസ്മിസ് ഫ്രം സർവീസ് ചെയ്തപ്പോൾ അവസാനം അവൻ്റെ സാധാരണ പട്ടാളത്തിലുള്ളതാണ്, ഡിസ്മിസ്സായ അവൻ്റെ അടുത്ത് ആരും സംസാരിക്കുക പോലും ചെയ്യില്ല, എല്ലാവരും അകന്നകന്ന് കഴിയും. പക്ഷേ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പോകണമെങ്കിൽ 90 ദിവസത്തിനകത്ത് കേസ് കൊടുക്കണം, 3 മാസത്തിനകത്ത് അപ്പീൽ ചെയ്താൽ നിന്നെ കൺസിഡർ ചെയ്യും, നിനക്ക് വരാം. അവൻ പറഞ്ഞു ശരി, എനിക്കതിൻ്റെ നിയമങ്ങളൊക്കെ അറിയാം, ഞാൻ ചെന്ന ഉടനെ തന്നെ കേസിടും. പക്ഷേ കേസ് ഞാൻ പറഞ്ഞ് ജയിക്കില്ല, എൻ്റെ സർവീസിൻ്റെ സമയം കഴിയട്ടെ, വലിച്ച് നീട്ടണം. അതുവരെ ഞാൻ ബാംഗ്ലൂരിൽ അവൻ്റെ ഫ്രണ്ടുകളെല്ലാം ഉണ്ട്, ഏതോ കമ്പ്യൂട്ടർ സെൻറ്ററും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ IT ഫീൽഡിലുള്ള അവിടെ ചെന്ന് ജോലി ചെയ്യും. കേസ് എത്ര മാക്സിമം നീട്ടാമോ അത് നീട്ടിയിട്ട് ഏകദേശം പെൻഷൻ VRS വളണ്ടിയർ റിട്ടയർമെൻറ്റ് ആവാൻ നേരത്ത് ഞാൻ കേസ് പറഞ്ഞ് ജയിച്ച് ഫുൾ ബെനിഫിറ്റ്സ് കൊടുക്കണം. കാരണം അവൻ്റെ കൂർമ്മ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, അവൻ്റെ ഒരു ക്രിമിനൽ ബുദ്ധിയാണെന്ന് പറയാം. എന്നാൽ അയ്യപ്പദാസ് ചിലപ്പോൾ അവൻ ചിലപ്പം സർവീസിൽ വന്ന് കാണും, പെൻഷനായി കാണും, ചിലപ്പം IT ഫീൽഡിൽ വലിയ നിലയിലായിരിക്കും. എന്തായാലും അവൻ്റെ വേറെബോട്ട് എവിടെയാണ് എന്താണെന്ന് അന്വേഷിച്ച് പോയില്ല. ചിലപ്പം കേരളത്തിൽ എവിടെയെങ്കിലും സുഖമായിട്ട് കഴിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ പോയി കാണും. എന്തായാലും അയ്യപ്പദാസുമാർ നമ്മുടെ ഇടയിലുണ്ട്. അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. വീണ്ടും വേറൊരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ ബൈ. മധുസൂദനൻ കുഞ്ഞൻപിള്ള.